ഹായ്, ഞാൻ മാത്യു ഡേക്കട്ടാണേ. ഞാനും നിൽക്കുന്നത് അമ്പലവയലിലാണ്. അമ്പലവയലിൽ നമ്മളെ അമ്പലവയൽ ഫാമിനെ കുറിച്ചൊക്കെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഈ കേരളത്തിന് വെളിയിലേക്കും അറിയപ്പെടുന്ന ഒരു ഫാമാണ് അമ്പലവയൽ ഫാം. അവിടെ നിന്ന് രാജേന്ദ്രൻ സാർ എന്ന് പറയുന്നത്, ഡോക്ടർ രാജേന്ദ്രൻ സാറിനെ അറിയാത്തവർ ആരും തന്നെ ഈ വയനാട് ജില്ലയിലോ കേരളത്തിലോ ഇല്ല എന്ന് തന്നെ എനിക്കറിയാം. കാരണം അദ്ദേഹം കുറേ ഫലവൃക്ഷാദികളൊക്കെ അദ്ദേഹത്തിന്റെ ഭവനത്തോട് ചേർന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് അദ്ദേഹം ചെയ്യുന്നുണ്ട്. അത് എന്ത് ചെയ്യുന്ന വെച്ചാൽ പുറത്തുനിന്നൊന്നും തന്നെ കൊണ്ടുവരുന്നില്ല. ഇവിടെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ വിത്തിട്ട് മുളപ്പിച്ച് അത്രയും ഒറിജിനലായിട്ട് നമുക്ക് തൈകൾ വേണമെന്നുണ്ടെങ്കിൽ സാറുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക. ഞാൻ ഈ സാറിനെ പരിചയപ്പെടുന്ന പൂപ്പൊലി എന്ന് പറയുന്ന വയനാട് ജില്ലയിൽ പൂപ്പൊലി തുടങ്ങി വെച്ചത് രാജേന്ദ്രൻ സാറാണ്. അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. സാറേ നമസ്കാരം. എൻ്റെ പേര് മാത്യു ഡേക്കട്ടെന്നാണ്. എനിക്ക് നേരത്തെ പോലും സാറിനെ അറിയാം. ഈ ചെറിയൊരു മനുഷ്യനാണ് വയനാട് ജില്ലയിൽ പൂപ്പൊലി എന്ന് പറയുന്ന ആ ഒരു അമ്പലവയൽ ഫാമിനെ ഈ ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിച്ചത്. സാറ് തുടങ്ങിയിട്ട് എത്ര വർഷം ഇവിടെ ഇങ്ങനെ? ഇത് റിട്ടയർമെന്റിന് ശേഷം ഇപ്പോൾ ഒരു 3-3.5 വർഷമായിട്ടേ ഉള്ളൂ. റിട്ടയർ ചെയ്ത് 5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ കൃഷിയാണ്. എനിക്ക് കൃഷിയോടൊരു പാഷനുണ്ട്. അത് തന്നെയാണ് കൃഷിക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ എന്നെ കൊണ്ട് ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യിക്കുന്നതെന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ നമുക്ക് വയനാടിന് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. അതെ അതെ. കാരണം കേരളത്തിൽ നല്ല കൃഷിക്കാരുള്ള 2 സോൺ എന്ന് പറയാനുള്ളത് ഒന്ന് വയനാട് തന്നെയാണ്, രണ്ടാമത്തേത് ഇടുക്കി ജില്ലയാണ്. മറ്റു ജില്ലകളിലില്ല, അല്ലെങ്കിൽ അവരെ ചെറുതാക്കുകയല്ല ഞാൻ ചെയ്യുന്നത്, പക്ഷേ വാസ്തവം അതാണ്. പക്ഷേ ഇവരാണ് ഏറ്റവും അധികം ഈ പരാധീനത അനുഭവിക്കുന്നത്. അതിനുള്ള കൃഷിക്കാർ പ്രത്യേകിച്ച് ഈ 2 ജില്ലകളിലുള്ള കൃഷിക്കാർ ശരിക്കും പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ വിളകളും, ഏത് തരത്തിലുള്ള വാണിജ്യ പ്രാധാന്യമുള്ള വിളകളും ഏറ്റവും നന്നായിട്ട് വരുമാനം തരുന്ന രൂപത്തിൽ കൃഷി ചെയ്യാൻ കഴിയുന്ന 2 ജില്ലകൾ കൂടിയാണ് ഈ പറഞ്ഞ സ്ഥലങ്ങൾ. പക്ഷേ അവർക്ക് ഈ പുതിയ സാങ്കേതിക വിദ്യകൾ അറിഞ്ഞുകൂടാ, അത്യുൽപാദന ശേഷിയുള്ള പുതിയ വെറൈറ്റികളെ പറ്റി അറിഞ്ഞുകൂടാ, പുതിയ വിളകളെ പറ്റി അറിഞ്ഞുകൂടാ. അപ്പോൾ അവരെ ഇതൊന്ന് പരിചയപ്പെടുത്തുക. ഈ സാധനം അവർ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ നമ്മൾ തന്നെ കൃഷി ചെയ്ത് അത് തെളിയിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ള ഒറ്റ പാഷനോട് കൂടിയിട്ടാണ് ഞങ്ങൾ സ്വന്തമായിട്ട് റിട്ടയർമെൻറ്റിന് ശേഷം ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് ഈ സായി അഗ്രോ ഇന്നോവേഷൻസ് അല്ലേ, എടക്കൽ കേവിലേക്ക് പോകുന്ന റോഡിലാണ് സാറിന്റെ ഈ വീടിനോട് ചേർന്നുള്ള ഒരു തോട്ടം. ഒരു 4 ഏക്കറിലാണ് സാറ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ചെടികളോ പഴച്ചെടികളോ എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് സാറിനെ ഒന്ന് കാണുക, സാറിനോട് സംസാരിക്കുക. സാറിന് അതെല്ലാം വളരെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിൽ എന്താ പറയുക ഒരു വിശ്വാസം എന്ന് പറയുന്നുണ്ടല്ലോ, ആ വിശ്വാസത്തിലുള്ള തൈകൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് സാറിനെ കണ്ടിട്ട് അതെങ്ങനെയാണെന്ന് സാർ ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ഇതൊരു പാഷനായി മാറ്റിയിരിക്കുകയാണ് കൃഷി. പലർക്കും ജീവിതത്തിൽ ഒരു പാഷനല്ല കൃഷി, ചുമ്മാ തമാശയ്ക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന പോലെ. പക്ഷേ സാറ് ജീവിതം മുഴുവൻ കൃഷിക്ക് വേണ്ടി മാറ്റിവെച്ചൊരു മനുഷ്യനാണ്. ഞാൻ വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ എനിക്ക് സാറിനെ അറിയാം. പക്ഷേ എന്നാലും എന്നെ സാറിനെ അറിയില്ല. ഞാൻ ഇന്നാണ് സാറിൻ്റെ ഭവനത്തിൽ വരികയും സാറിനോട് കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ടാണ് ഞാനിവിടെ വന്നത്. എനിക്കും കൃഷി താല്പര്യമുള്ളതാണ്. സാർ എവിടേക്ക് പോകാനുള്ള തിരക്കുകളിടയിലാണ്. ഞാൻ എന്തായാലും എന്നെ കൊണ്ടുള്ള സപ്പോർട്ട് സാറിന് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സർ, സോ മച്ച്.